അങ്ങനെ പുണ്യ റമളാനിലെ മഗ്ഫിറത്തിൻ്റെ 10ൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലേ. മൂന്നാമത്തെ 10 നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളുടെ ഒരു സംഘമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് 27ാം രാവാണ്. എന്നാൽ 27ാം രാവ് മാത്രമാണോ? ഇന്ന് 21ാം രാവ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രിയാണ്. എന്തിനേറെ ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ മഹാന്മാർ പോലും ഉണ്ട്. അപ്പോൾ വേസ്റ്റാക്കി കളഞ്ഞാൽ നമ്മുടെ കാര്യം അബദ്ധത്തിലല്ലേ. 27ാം രാവ് മാത്രം നോക്കിയിരിക്കുന്ന നമ്മൾ മണ്ടന്മാരായി പോകൂലേ. അപ്പോൾ ഇന്ന് മുതൽ കൃത്യമായി 5 രാവുകൾ പരിഗണിക്കണം. 21ാം രാവ്, 3ാം രാവ്, 25ാം രാവ്, 27ാം രാവ്, 29ാം രാവ്. തീരെ പരിഗണിക്കാത്തൊരു രാവാണ് 29ാമത്തെ രാവ് എന്ന് പറഞ്ഞാൽ. ഈ രാവുകളെ ഒക്കെ പരിഗണിക്കണം. എങ്ങനെ പരിഗണിക്കണം? എന്ത് ചൊല്ലണം? എന്ത് ചെയ്യണം? പഠിക്കണ്ടേ നമുക്ക്? അത് പഠിച്ചിട്ട് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം പരിപൂർണമായി നേടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദൊന്ന് പറഞ്ഞേ, പുഞ്ചിരി ഒന്ന് വിടരട്ടെ. എൻ്റെ പൊന്നുസ്താദെ പുഞ്ചിരിക്കാനൊന്നും പറ്റണില്ല എന്നാണ്. എടാ, എത്രയോ തവണ നമ്മൾ പറഞ്ഞു തന്നു, നമുക്ക് സങ്കടങ്ങളും സന്തോഷമൊക്കെ തരുന്നതാരാ? റബ്ബായ അള്ളാഹുവാണ്. എൻ്റെ റബ്ബാണ് എനിക്കിതൊക്കെ തരുന്നത് എന്നുള്ളൊരു ബോധ്യമുള്ള മനുഷ്യൻ ചിരിക്കൂലേ? വെറുതെ വായ കൊണ്ട് ചിരിക്കാനല്ല, കൽബറിഞ്ഞിട്ട് ചിരിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താലും മക്കളെ ഞാൻ വർദ്ധിപ്പിച്ചു തരും. സംഗതി നമ്മളിപ്പോൾ ലൈൻ ശക്കർത്തും ലാസീദന്നൊക്കെ ഒന്ന് വാഹനത്തിലൊക്കെ തൂക്കിയിടാറുണ്ട്, ഒട്ടിച്ചു വെക്കാറുണ്ട്. പക്ഷേ ഈ സംഗതി കൽബിലുണ്ടോ? നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ പറയുന്ന മനുഷ്യർക്ക് അല്ലാഹു എല്ലാം കൊടുക്കും. അപ്പോൾ ചിരി വരട്ടെ, ചിരി വരട്ടെ. മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എടാ, റമളാനിലെ 2ാമത്തെ 10 കഴിയാറായി. പ്രവാസികൾക്ക് ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് ഈ ഇന്നത്തെ മഗ്‌രിബിൻ്റെ സമയം വരെ ഉണ്ട്, മഗ്‌രിബിന് തൊട്ട് മുമ്പ് വരെ ഉണ്ട് 2ാമത്തെ 10. അത് കഴിഞ്ഞാൽ പിന്നെ നരകമോചനത്തിൻ്റെ 10 അല്ലേ. ആദ്യത്തെ 10 നമ്മളെന്താ വരുന്നത്? പടച്ചോൻ്റെ കാരുണ്യം തേടി. 2ാം 10 പാപമോചനം. 3ാം 10 നരകമോചനാണ് അല്ലേ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എന്താ ദുആയുടെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിഖ്നി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. വഅദ്ഖിൽനിൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിൽ കടത്തണേ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ പടച്ചോനെ. മറ്റൊരു പ്രാർത്ഥന കൂടെയുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീയാണ് മാപ്പ് ചെയ്യുന്നവൻ, നീ മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് മാപ്പ് ചെയ്ത് തരണേ അല്ലാ. എനിക്ക് ആരാ പിന്നെ ഉള്ളത്? നീയല്ലാണ്ട് എനിക്ക് ആരാ ഉള്ളത് പുറത്തു തരാൻ? എൻ്റെ റബ്ബല്ലേ നീ അല്ലേ, എൻ്റെ റബ്ബല്ലേ നീ അല്ലാണ്ട് പിന്നെ എനിക്കാരാ പുറത്തു തരാനുള്ളത്? എനിക്ക് പുറത്തു തന്നെ കേട്ടോ. സ്നേഹത്തോടെ പ്രണയത്തോടെ അള്ളാഹിനോട് പറയേണ്ട മനോഹരമായ നിമിഷങ്ങളൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ 3ാം 10ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ള നിമിഷങ്ങളാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ റമളാനിലെ ഏത് രാത്രിയാകാം ഇല്ലേ. അതുകൊണ്ട് ചില സ്വഹാബത്ത് 17ാം രാവാണ്, ബദറിൻ്റെ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പോലും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഹദീസുകളുടെയൊക്കെ പ്രാമാണികത വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രബലമായ സമയം എന്ന് പറയുന്നത് അവസാന 10ലെ ഒറ്റയിട്ട രാത്രികളാണ്. അതിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് 21ാം രാവ് ഇല്ലേ. എന്താണ് ലൈലത്തുൽ ഖദർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എപ്പോഴാണെന്നറിയാം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷംഊനുൽ ഗാസി എന്ന് പറയുന്നൊരു മഹാൻ്റെ ചരിത്രമാണ്. ഷംഊൻ ബൈബിളിലൊക്കെ ഷീമോൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഷംഊനുൽ ഗാസി. ആരാ ഷംഊനുൽ ഗാസി എന്ന് പറഞ്ഞാൽ? വലിയ മഹാനായിരുന്നു, അള്ളാഹിൻ്റെ നബിയാണെന്നും വലിയാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. അദ്ദേഹം 1000 മാസം അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തു. എത്ര മാസം? 1000 മാസം യുദ്ധം ചെയ്തു എന്നാണ്. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല. ഒരു കഴുതയുടെ എല്ലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് അള്ളാഹു ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു അദ്ദേഹത്തിന്. മാത്രമല്ല കഴുതയുടെ എല്ലുകൊണ്ടാണത്രേ
യുദ്ധം ചെയ്തത്. കഴുതയാണെന്ന് ഒട്ടകാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇരിക്കട്ടെ. ആ കഴുതയുടെ താടിയെല്ല് കൊണ്ട് യുദ്ധം ചെയ്തു. എത്ര മാസം? 1000 മാസക്കാലം. പകൽ സമയം മുഴുവൻ യുദ്ധം, രാത്രി മുഴുവൻ ഇബാദത്ത്. അങ്ങനെയുള്ള മഹാനായിരുന്നു. ഈ ചരിത്രം പറഞ്ഞപ്പോൾ സ്വഹാബത്തിരുന്ന് കരയുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കൊക്കെ ആയുസ് കുറവല്ലേ നബിയെ? അദ്ദേഹം 1000 മാസം യുദ്ധം ചെയ്തു അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആയുസ് കുറവല്ലേ നബിയെ? ഞങ്ങൾക്ക് ഈ പുണ്യമൊക്കെ കിട്ടുമോ? അപ്പോഴേക്ക് മലക്കുൽ അംലാഖ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. വമാ അദ്റക മാ ലൈലത്തുൽ ഖദർ. എന്താ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. 1000 മാസത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ശ്രേഷ്ഠതയുടെ എണ്ണം എന്ന് നമുക്കറിയാൻ പാടില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് എത്രയും കൊടുക്കും. ചിലപ്പോൾ 1 കോടി മാസത്തിൻ്റെ പ്രതിഫലം കൊടുക്കും. നമുക്കറിയില്ലല്ലോ. 1000 മാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊരു സംഗതി. അതായത് 1000 മാസം യുദ്ധം ചെയ്ത ശമഊനുൽ ഗാസി റഹിമഹുല്ലക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാം, അല്ലേ? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകൾ ഇപ്പോൾ എന്നും ഇറങ്ങണമല്ലേ? ഇതാ മലക്കുകളല്ല. മലായികത്തു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന് മാത്രം ഇറങ്ങി വരുന്ന കുറച്ച് മലക്കുകളുണ്ട്. റൂഹ് ഇറങ്ങി വരും. ഏതാണ് ആ റൂഹ്? ജിബ്രീൽ അലൈഹിസ്സലാം. എന്തിനാ പിന്നെ മലക്കിറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ ജിബ്രീലിനെ എടുത്ത് പറയണത് എന്തിനാ? അത് ചില പ്രത്യേകതയുള്ള ആളുകളെടുത്ത് വരുന്ന സമയത്ത് ഒന്നുകൂടെ അതിനെ ഉഷാറായിട്ട് പറയണം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പേരതാമസം നടക്കുകയാണ്. ഒരുപാട് ഉസ്താദന്മാർ വന്നു, പിന്നെ പാണക്കാട് തങ്ങളും വന്നു. ആണോ? തങ്ങളൊന്നും എടുത്ത് പറഞ്ഞു. ഒരുപാട് ഉസ്താദുമാർ വന്നു. എപി ഉസ്താദ് വന്നു. ഒരുപാട് ഉസ്താദുമാർ വന്നു. സയ്യിദുൽ-ഉലമ വന്നു. കണ്ടോ? ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന എന്തുകൊണ്ട്? ആ മഹാന്മാരെ നമ്മൾ എടുത്തു പറയുമ്പോൾ അൽഹംദുലില്ലാ അതൊരു വല്ലാത്ത സന്തോഷമാണ്. എന്നതുപോലെ അള്ളാഹ് ആ ഒരു രാവിൻ്റെ പ്രത്യേകത പറയാൻ മലക്കുകൾ മാത്രമല്ല, റൂഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. എന്തിനിറങ്ങി വരണേ? ആ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാർക്കൊക്കെ ഈ മലക്കുകൾ വന്ന് കൈ കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ നേരം വെളുക്കണത് വരെ അന്ന് പീസ് പീസ് പീസ്, സമാധാനം സമാധാനം സമാധാനം. അള്ളാഹിൻ്റെ രക്ഷ ഇറങ്ങുന്ന രാത്രിയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്നാണ് അല്ലേ? നമ്മൾ പറഞ്ഞു റമദാൻ മുഴുവൻ സാധ്യതയുണ്ടെന്നാലും അവസാന 10-ലാണ്. അവസാന 10-ൽ തന്നെ സാധ്യത കൂടുതൽ ഒറ്റയിട്ട രാവുകളിലാണ്. അതിൽ തന്നെ സാധ്യത കൂടുതൽ 27-ാം രാവിനാണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ചില ഇമാമിങ്ങൾ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടുള്ള മഹാനാണ്. അവിടുത്തെ അഭിപ്രായം എന്താണെന്നറിയോ? 21-ാം രാവിനാണ്. അതായത് ഈ കടന്നു വന്ന രാത്രിക്കാണ് ലൈലത്തുൽ ഖദർ എന്നാണ് ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നാണ് ലൈലത്തുൽ ഖദർ നമ്മൾ നെവർ മൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? എത്ര വലിയ ഫോൾട്ടാണ് നമ്മളിൽ നിന്ന് സംഭവിക്കുന്നത്? 27-ാം രാവ് മാത്രം നോക്കിയിരിക്കേണ്ട, ഒറ്റയിട്ട രാവുകളൊക്കെ ഹയാത്താക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടാനായിട്ട് മഗ്രിബും ഇശാഉം നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ തന്നെ മതി എന്നാണ്. പുരുഷന്മാരോടാണ്. സ്ത്രീകൾക്ക് പിന്നെ വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇനി വീട്ടിൽ ജമാഅത്താക്കാൻ പറ്റൂല, നിങ്ങൾ തനിച്ച് നിസ്കരിച്ചോ. നിങ്ങളിപ്പോൾ പുരുഷന്മാർ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന കൂലിയൊക്കെ വീട്ടിൽ അള്ളാഹു നിങ്ങൾക്ക് ഓഫർ ചെയ്യാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സഹോദരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സ്വഹാബിയത്താണ്, ആണുങ്ങൾക്ക് എന്തൊരു ഭാഗ്യ നബിയെ, അവർ യുദ്ധത്തിന് പോണ്, അങ്ങയുടെ പിന്നിൽ നിസ്കരിക്കണം, ഞാനും വന്നോട്ടെ. മോളെ, നിനക്ക് പ്രതിഫലമാണ് വേണ്ടതെങ്കിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്നതിലേറെ നിൻ്റെ വീടിൻ്റെ അകത്തളത്തിൽ നിനക്ക് ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈമാനുള്ളൊരു പെണ്ണ് എനിക്ക് കൂലിയൊന്നും വേണ്ട, എനിക്ക് പള്ളിയിൽ പോയാൽ മതി എന്നും പറഞ്ഞ് ചാടി ഇറങ്ങൂല്ലല്ലോ. ഈമാനുള്ളവൾ വീട്ടിലേക്കും, ഈമാനുള്ളവൻ പള്ളിയിൽ പോവും. ആണ് പള്ളിയിലും പോവും, പെണ്ണ് വീട്ടിലും നിൽക്കും, ഇല്ലേ? അവർക്ക് ആ കൂലി വീട്ടിൽ കിട്ടും. ആ മഗ്രിബ് ഇശാക്ക് നിസ്കരിക്കും. ഇനി ആ പ്രതിഫലം പരിപൂർണ്ണമായിട്ട് കിട്ടാൻ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഫർള് കൃത്യമായിട്ട് നിസ്കരിക്കുന്നതോടൊപ്പം സുന്നത്തൊക്കെ നിസ്കരിക്കുക, റവാത്തീബ് നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക, തറാവിഹ് കൃത്യമാക്കുക. ചില ആൾക്കാരുണ്ട് ഇശായിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിക്കും. എടോ, ഇശായിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിനാണ് തറാവീഹിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. റവാത്തിബിനാണ് തറാവീഹിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. അപ്പോൾ റവാത്തിബ് കൃത്യമാക്കാതെ തറാവീഹ് നിസ്കരിച്ചാൽ കൂലി കുറവാണ്. മനസ്സിലാവുണ്ടോ? തറാവീഹ് നിസ്കരിക്കുക, വിത്ർ നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, തഹജ്ജുദ് നിസ്കരിക്കുക. പിന്നെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഈ രാവിനൊക്കെ സ്വതക്ക ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക ചെയ്യുക. ഇപ്പോൾ 17-ാം രാവിനെ ഞാൻ കണ്ടു, 1-2 സഹോദരങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ള, ഉസ്താദെ ഞങ്ങൾ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തു, ഇന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ
ആ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ എന്ത് നന്മ ചെയ്യുമ്പോഴും ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടണം എന്നുള്ള ബോധ്യത്തിൽ ചെയ്യണം. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യാം. 2 പാവങ്ങൾ നമ്മൾ ഏറ്റെടുത്തതാണ്. ഞാൻ പറ്റണില്ലേ, വേറെ എവിടെയെങ്കിലും കൊടുത്തോ, ഒന്നും കുഴപ്പമില്ല. ഞന്ന് കൊടുക്കാൻ പറ്റണില്ലേ, മാറ്റി വെച്ചോ, ഒരുമിച്ച് പിന്നീടാണെങ്കിൽ കൊടുക്കുക. ആ നെയ്യത്ത് അനുസരിച്ച് മാറ്റി വെക്കുക, അതിനാണ് പ്രതിഫലം. അപ്പോൾ അന്നത്തെ രാത്രി അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ കെട്ടിയോള് ചോദിക്കുകയാണ്, കാക്ക ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് എടുത്തരുമോ? ഗ്ലാസ് വെള്ളം എടുത്തേ. എപ്പോഴും ഓളല്ലേ എടുക്കണത്, ഒന്ന് എടുത്തു കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വെള്ളം കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഫലം പഠിച്ചോനെ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടാനാക്കി തരണേ അല്ലാ. വാപ്പി എനിക്കൊരു മിഠായി വാങ്ങിത്തരുമോ? മിഠായി വാങ്ങി കൊടുക്കുമ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുക. എടാ, മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ഒരുമിച്ച് കുറച്ചേരി ഇരിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ ഈ ബന്ധം പുലർത്തുന്നത് എൻ്റെ റബ്ബിനെ കിട്ടാൻ. അവസാന 10 കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യശുദ്ധു മീസറ, അവിടുത്തെ അരയെടുപ്പ് മുറുക്കി കിട്ടും എന്ന് പറഞ്ഞാൽ അത്ര ഉറച്ച് വേറെ പരിപാടിക്കൊന്നും പോകാതെ ഫുൾ ടൈം പള്ളിയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹോദരിമാർക്ക് വീട്ടിൽ കൃത്യമായിട്ട് ഇബാദത്തുകളൊക്കെ കൊണ്ട് ധന്യമാക്കാൻ കഴിയണം കേട്ടോ. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാ പുണ്യങ്ങളും നിങ്ങൾ പാലിക്കണം. ആ കൂട്ടത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ എന്താണ് ലൈലത്തുൽ ഖദറിൽ കൂടുതൽ ചെയ്യേണ്ടത്? എന്താണ് ആ ദുആ? നമ്മൾ നേരത്തെ പഠിച്ച ദുആ തന്നെ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. പടച്ചോനെ നീയാണ് മാപ്പ് ചെയ്യുന്നവൻ, മാപ്പ് ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണല്ലാ അല്ലേ, എനിക്ക് മാപ്പ് ചെയ്ത് തരണേ അല്ലാ. ആ സ്നേഹത്തോടെ പറയണം. എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു, എനിക്ക് ആരാ പടച്ചോനെ പുറത്ത് തരാനുള്ളത് അല്ലേ? നീ പുറത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എൻ്റെ ഉടമയല്ലേ നീ അല്ലേ? എൻ്റെ ഉടമയല്ലേ പടച്ചോനെ നീ, ഞാൻ നിൻ്റെ അടിമയല്ലേ. നീ ഇല്ലെങ്കിൽ വെള്ളം തരാൻ ആളുണ്ടോ എനിക്ക്? നീ ഇല്ലെങ്കിൽ ഭക്ഷണം തരാൻ ആളുണ്ടോ? എന്നെ കുടിപ്പിക്കുന്ന, എന്നെ കുളിപ്പിക്കുന്ന, എന്നെ ബാത്റൂമിൽ പോയിട്ട് കഴുകിപ്പിക്കുന്ന അല്ലേ? ഇതൊക്കെ എനിക്കിതൊന്നും പറ്റൂല. ലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാ. നീയല്ലാതെ നിനക്കല്ലാതെ വല്ല കഴിവുണ്ടോ അല്ലാ? ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യണോ? നീയല്ലേ പഠിച്ചോനെ ചെയ്യിപ്പിക്കുന്നോ? നീയല്ലേ അല്ലാ? എനിക്ക് നീ പുറത്ത് തന്നെ കേട്ടോ, എനിക്ക് നീ പുറത്ത് തന്നെ കേട്ടോ. അതൊരു വൈകാരികതയോടെ പറഞ്ഞു നോക്കി, അതെല്ലാം പുറത്തു തരുന്നേ. എത്ര വലിയ മഹാഭാഗ്യമാണത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ രാത്രി നഷ്ടപ്പെടുത്താൻ പാടില്ല. ധാരാളം നന്മകൾ ചെയ്യുന്ന രാത്രിയാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരു സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇത് രാത്രി എല്ലാ രാത്രി ഓതിയേക്കാം. ഇന്നത്തെ രാത്രി മുതൽ ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണോ ആ പുണ്യം കിട്ടാൻ ഇത് മതിയാകും. രണ്ടാമതൊരു പ്രത്യേകത, സൂറത്തുൽ ഫലക്ക് ഇമാമിങ്ങൾ പറയണം എല്ലാ രാത്രിയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഈ സൂറത്ത് എല്ലാ രാത്രിയും ഓതിക്കഴിഞ്ഞാൽ അവർക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടും. പിന്നെ ഒരു ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ അല്ലേ, ഒരു മനുഷ്യന് നോമ്പ് ഉറപ്പിച്ചാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നമുക്ക് വേണ്ടി ദ്വാരക്കും. എന്നാണിപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് കൃത്യം നമുക്കറിയില്ലല്ലോ, അള്ളാഹിൻ്റെ മലക്കുകൾക്കറിയാമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നോമ്പ് തുറപ്പിച്ച മനുഷ്യന്മാർക്ക് വേണ്ടി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ദ്വാരക്കും. അപ്പോൾ നമുക്ക് കിട്ടുകയല്ലേ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക്, നോമ്പ് തുറയിലേക്കൊക്കെ നിങ്ങൾക്ക് ഹദിയ ചെയ്യാം. അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ഒന്നൊന്ന് അയക്കുമ്പോഴേ അതിൻ്റെ താഴെ നോമ്പ് തുറക്കുള്ളതാണെങ്കിൽ അതിലിങ്ങനെ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പാവപ്പെട്ടവരിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നോമ്പ് തുറപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാ. അക്കൂട്ടത്തിൽ നമുക്ക് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. ആ നിലക്കൊക്കെ അൽഹംദുലില്ലാ അങ്ങനെ ചെയ്താൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദുആ നമുക്ക് ലഭിക്കും. അങ്ങനെ എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ ദിക്റുകൾ കൊണ്ട്, മുത്തുനബിയുടെ സ്വലാത്തുകൾ കൊണ്ട്, മദ്ഹുകൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് എല്ലാവരും സദസ്സിലുണ്ടാവണം കേട്ടോ. ലൈവിൽ തന്നെ ഉണ്ടാകണം, പരമാവധി ശ്രമിക്കണം. അടുക്കളയിൽ പണിയാണെങ്കിൽ ഒന്ന് ഓണാക്കി വെച്ചാൽ പോരെ, എത്ര നേരം വേണോ അതിന്. എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. അള്ളാഹു അങ്ങനെ ജീവിതം മനോഹരമാക്കുന്ന, അള്ളാഹിൻ്റെ തൃപ്തിക്കനുസൃതമായി ഭംഗിയാക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കുന്ന മഹാരഥന്മാരോടൊപ്പം അണിചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? വാഗ്ദത്തം ലംഘിക്കാത്ത പ്രവാചകൻ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലേ. ഇസ്മായിൽ നബിയുടെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്നത്തെ വളരെ സിമ്പിളായൊരു ചോദ്യം, ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുമ്പോഴേ മുത്തുനബിയുടെ വിയർപ്പ് വടിച്ച് കുപ്പിയിലാക്കിയ ഒരു സഹോദരിയുണ്ട്. ആരാണത്? ഒരു സ്വഹാബിയത്ത്. ആരാണത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. ഒരുപാട് മനോവിഷമങ്ങളുണ്ട്, നീ അകറ്റണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതുന്നുണ്ട്, SSLCയും മറ്റു പല എക്സാമുകളും. എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ നന്നാക്കണേ അല്ലാ. കള്ളുകുടിയന്മാരുണ്ട്, വ്യഭിചാരികളുണ്ട്, ഹറാമായ ബന്ധങ്ങളിൽ പെട്ടവരുണ്ട്. എല്ലാവർക്കും നേർവഴി കാണിക്കണേ അല്ലാ. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇല്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പ്രവാസികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊണ്ട് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ബർസഖി ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തണലിലായി ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ലൈലത്തുൽ ഖദറിൻ്റെ ഭാഗ്യം തരണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്, അവർക്കൊക്കെ നീ താങ്ങും തണലുമാകണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.